ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 മാത്സ് ചാപ്റ്റർ 9 ഹൗ മച്ച് ഓഫ് 100. ഇതിൻ്റെ പാർട്ട് 6 ആണ്. പേജ് നമ്പർ 144. ഇതിൽ ടെക്സ്റ്റിൽ 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. മിക്സഡ് ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അത് ഫ്രാക്ഷൻ ആക്കുക അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ 6/1/4% ഈക്വൽ. അതിനെങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? 6 × 4 + 1/4 ഇൻറ്റു പെർസെൻറ്റേജിനെ 1/100 എന്ന് എഴുതാം. അപ്പോൾ 6 × 4 24 + 1 25/4 ഇൻറ്റു 1/4. ഇതിൽ മുകളിലുള്ള 25ഉം താഴെയുള്ള 100ഉം വെട്ടിപ്പോകും. 25ൻ്റെ ടേബിളിൽ 100 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 25ൻ്റെ ടേബിൾ പറയുമ്പോൾ 125 = 25. അതാണ് 25നെ വെട്ടിയിട്ട് 1 എഴുതുക. താഴെ 100ന് 4 25s are 100. അപ്പോൾ 100 വെട്ടിയിട്ട് 4 എന്ന് എഴുതുന്നു. ഇനി നമുക്കത് ശരിക്കും എടുത്തെഴുതാം. 1/4 ഇൻറ്റു 1/4. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലുള്ള 1ഉം ഇപ്പുറത്തെ വശത്തുള്ള 1ഉം. അപ്പോൾ 1 × 1 1. താഴെ 4 × 4 4 4s are 16. അപ്പോൾ ആൻസർ 1/16 × 1. 6 2/3% ഈക്വൽ 6 × 3 + 2/3 ഇൻറ്റു 1/100. ഇതിൽ മുകളിൽ 6 3s are 18 + 2 20 20/3 ഇൻറ്റു 1/100. ഇതിൽ മുകളിലുള്ള 20യും താഴെയുള്ള 100ഉം 20യുടെ ടേബിളിൽ വരുന്നുണ്ട്. അപ്പോൾ 120 = 20. അപ്പോൾ 20യെ വെട്ടിയിട്ട് നമുക്ക് അവിടെ 1 എഴുതാം. 100നെ പറയുമ്പോൾ 20യുടെ ടേബിളിൽ 5 ടൈംസ് ആണ്. 5 20s are 100. അപ്പോൾ 100നെ വെട്ടിയിട്ട് നമുക്കവിടെ 5 എഴുതാം. ഇനി അതിനെ ശരിക്കും എടുത്തെഴുതാം. 1/3 ഇൻറ്റു 1/5. ഇനി മുകളിലുള്ള 1 × 1 1. താഴെ 3 × 5 3 5s are 15. അപ്പോൾ ആൻസർ 1/15. അടുത്ത ക്വസ്റ്റ്യൻ 8 1/3% ഈക്വൽ 8 × 3 + 1 / 3 ഇൻറ്റു 1/100. അപ്പോൾ 8 3s are 24 + 1 25 25/3 ഇൻറ്റു 1/4 1/100. അപ്പോൾ ഈ 25ഉം 100ഉം നമുക്ക് 25ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. അപ്പോൾ 25ൻ്റെ ടേബിളിൽ 125 = 25. അപ്പോൾ ആ 25നെ വെട്ടിയിട്ട് നമുക്കവിടെ 1 എഴുതാം. താഴെ 25യുടെ ടേബിൾ പറയുമ്പോൾ 100 എപ്പോൾ വരും? 4 25s are 100. അപ്പോൾ 100നെ വെട്ടിയിട്ട് നമുക്കവിടെ 4 എന്ന് എഴുതാം. ഇനി ശരിക്കും എടുത്തെഴുതാം. 1/3 ഇൻറ്റു 1/4. അപ്പോൾ 1 × 1 1 3 × 4 12 1/12. അടുത്ത ക്വസ്റ്റ്യൻ 16 2/3% ഈക്വൽ 16 × 3 + 2/3 ഇൻറ്റു 1/100. 16 3s are 48 + 2 50 50/3 ഇൻറ്റു 1/100. ഇവിടെ 50യുടെ ടേബിളിൽ 50യും വരുന്നുണ്ട്, താഴെയുള്ള 100ഉം വരുന്നുണ്ട്. അപ്പോൾ 150 = 50. അപ്പോൾ 1 എഴുതാം. 250s are 100. അപ്പോൾ 100നെ വെട്ടി താഴെ 2 എഴുതാം. ഇനി എടുത്തെഴുതുമ്പോൾ 1/3 ഇൻറ്റു 1/2. മുകളിൽ 1 × 1 1. താഴെ 3 × 2 6. അപ്പോൾ ആൻസർ 1/6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 62 1/2% എങ്ങനെ എഴുതാം? 62 × 2 + 1/2 ഇൻറ്റു 1/100. 62 × 2 എത്രയാണ്? 124 ആണ്. +1 125/2 ഇൻറ്റു 1/100. ഇതിൽ മുകളിൽ 125 അത് 5ൻ്റെ ടേബിളിൽ വരും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്കതിനെ. താഴെ 100 ആണ്. 100നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 125നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ 25 എന്ന് കിട്ടും. അപ്പോൾ 125 വെട്ടിയിട്ട് അവിടെ 25 എഴുതാം. ഇനി താഴെയുള്ള 100ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും?
20 കിട്ടും. അപ്പോൾ നമുക്ക് 100നെ വെട്ടിയിട്ട് അവിടെ 20 എഴുതാം. ഇനി അത് ശരിക്കെടുത്ത് എഴുതുമ്പോൾ നമുക്ക് 25/2 ഇൻറ്റു 1/20 എന്ന് എഴുതാം. ഇനി വീണ്ടും അത് വെട്ടിപ്പോവും. 5ൻ്റെ ടേബിളിൽ 25 വരുന്നുണ്ട്, 20യും വരുന്നുണ്ട്. അപ്പം 5ൻ്റെ ടേബിൾ പറയുമ്പോൾ നമുക്ക് 5 5s are 25 ആണ്. അപ്പോൾ വെട്ടിയിട്ട് 5. 20 എങ്ങനെ 5ൻ്റെ ടേബിളിൽ 4 5s are 20 അല്ലേ? അപ്പോൾ 20 വെട്ടിയിട്ട് നമുക്കവിടെ 4 എഴുതാം. ഇനി വീണ്ടും അത് ശരിക്കും എഴുതുമ്പോൾ 5/2 ഇൻറ്റു 1/4 എന്നാവും. അപ്പോൾ മുകളിലുള്ള 1ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 5 5, താഴെ 2 × 4 8. അപ്പോൾ ആൻസർ 5/8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 66 2/3%. എങ്ങനെ എഴുതാം? 66 × 3 + 2/3 ഇൻറ്റു 1/100. അതിൽ 66 × 3 198 എന്ന് കിട്ടും. 198 + 2 200. 200/3 ഇൻറ്റു 1/100. ഇതിൽ 200ൻ്റെ 2 സീറോസും താഴെ 100ലെ 2 സീറോസും വെട്ടിപ്പോകും. അപ്പോൾ എങ്ങനെയാണ്? 2/3 ഇൻറ്റു 1/1. അപ്പോൾ ആൻസർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/3 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 83 1/3% ഈക്വൽ 83 × 3 + 1/3 ഇൻറ്റു 1/100. 83 × 3 249 + 1 250/3 ഇൻറ്റു 1/100. 250ലെ ഒരു സീറോയും 100ലെ ഒരു സീറോയും വെട്ടിപ്പോകും. അപ്പോൾ 25/3 ഇൻറ്റു 1/10 എന്ന് കിട്ടും. ഇതിൽ 25ഉം 10ഉം 5ൻ്റെ ടേബിളിൽ വരും. അപ്പോൾ 5 5s are 25. അപ്പോൾ നമ്മൾ 25നെ വെട്ടിയിട്ട് അവിടെ 5 എന്ന് എഴുതുക. താഴെ 2 5s are 10. അപ്പോൾ 10നെ വെട്ടിയിട്ട് അവിടെ 2 എന്ന് എഴുതാം. ഇനി അത് വീണ്ടും എടുത്തെഴുതാം. 5/3 ഇൻറ്റു 1/2. ഇനി മുകളിൽ ഉള്ള 1 × 5 5, താഴെ 3 × 2 6. അപ്പോൾ ആൻസർ 5/6. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്